بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. കിറാമൻ കാതിബീൻ. വചനം 11. കിറാമൻ, അതായത് ചില മാന്യന്മാർ, കാതിബീൻ, എഴുതുന്നവരായ, അതായത് എഴുതി രേഖപ്പെടുത്തുന്ന ചില മാന്യന്മാർ. യഅലമൂന മാ തഫ്അലൂൻ. വചനം 12. യഅലമൂൻ, അവർ അറിയുന്നു, മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നത് എല്ലാം അവർ അറിയുന്നു. ഇന്നൽ അബ്റാറ ലഫീ നഈം. വചനം 13. ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ, സജ്ജനങ്ങൾ, ലഫീ നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും. നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും. വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. വചനം 14. വഇന്നൽ ഫുജ്ജാറ, തോന്നിയവാസികളാകട്ടെ, ദുർജനങ്ങൾ, ലഫീ ജഹീം, ജ്വലിക്കുന്ന അഗ്നിയിലുമായിരിക്കും. ദുർമാർഗികളായ തോന്നിവാസികൾ ജ്വലിക്കുന്ന അഗ്നിയിലും തന്നെയായിരിക്കും. യസ്ലൗനഹാ യൗമദ്ദീൻ. വചനം 15. യസ്ലൗനഹ, അവരതിൽ കടക്കും, കരിയും, ചൂടേൽക്കും. യൗമദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം അവർ അതിൽ കടന്നു കരിയുന്നതാണ്. വമാ ഹും അൻഹാ ബിഗായിബീൻ. വചനം 16. വമാഹും, അവരല്ലതാനും, അൻഹ, അതു വിട്ട്, അതിൽ നിന്ന്, ബിഗായിബീൻ, മറഞ്ഞു പോകുന്നവർ, അവർ അത് വിട്ട് മറഞ്ഞ് അഥവാ ഒഴിവായി പോകുന്നവരുമല്ല. വമാ അദ്റാക മാ യൗമുദ്ദീൻ. വചനം 17. വമാ അദ്റാക, നിനക്ക് അറിവു തന്നതെന്ത്, മാ യൗമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം എന്താണെന്ന്. പ്രതിഫല നടപടിയുടെ ദിവസമെന്നാൽ എന്താണെന്നു നിനക്കെന്തറിയാം? ثم ما أدراك ما يوم الدين. വചനം 18. സുമ്മ, പിന്നെയും, മാ അദ്റാക, നിനക്കു അറിവു തന്നതെന്ത്, മാ യൗമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിനം എന്നാൽ എന്താണെന്ന്. പിന്നെയും അഥവാ വീണ്ടും, പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കു എന്തറിയാം? يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. വചനം 19. യൗമ ലാ തംലിക്കു, അധീനമാക്കാത്ത ദിവസം, ഉടമയാക്കാത്ത, സാധ്യമാകാത്ത ദിവസം. നഫ്സുൻ, ഒരാളും, ലിനഫ്സിൻ, ഒരാൾക്കും, ഷൈഅൻ, യാതൊന്നും, ഒരു കാര്യത്തിനും, വൽ അംറു, കാര്യം, അധികാരം, യൗമഇദിൻ, ആ ദിവസം, ലില്ലാഹ്, അല്ലാഹുവിനായിരിക്കും. അതെ, ഒരാളും വേറെ ഒരാൾക്കു യാതൊന്നും അധീനമാക്കാത്ത അഥവാ ചെയ്യുവാൻ കഴിയാത്ത ദിവസം
അന്നത്തെ ദിവസം കാര്യം അഥവാ കൽപ്പനാധികാരം അള്ളാഹുവിനായിരിക്കും. നിങ്ങളുടെ സ്രഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ വഞ്ചിതരായിരിക്കുകയാണ്. അത്രയുമല്ല, നിങ്ങളുടെ ചെയ്തികളെപ്പറ്റി നിങ്ങളെ വിചാരണ ചെയ്ത് നടപടിയെടുക്കുന്നതിനെപ്പോലും നിങ്ങൾ വ്യാജമാക്കി നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അവ മുഴുവനും എഴുതി രേഖപ്പെടുത്തുവാൻ അള്ളാഹു മാന്യന്മാരായ ചില ആളുകളെ അഥവാ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ ചെയ്യുന്നതെന്തും അവർ അറിയാതെ പോകുന്നതല്ലെന്നും ആ രേഖയനുസരിച്ച് നിങ്ങളുടെ മേൽ ശരിക്കും നടപടിയെടുത്ത് പ്രതിഫലം നൽകാതെ നിങ്ങളെ വിട്ടേക്കുന്നതല്ല എന്നും സാരം. എഴുത്തുകാരായ മലക്കുകളെക്കുറിച്ച് സൂറത്ത് ഖാഫിലെ 16 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ പ്രസ്താവിച്ചത് ഓർക്കുക. പ്രതിഫല നടപടി എടുക്കുമ്പോഴുണ്ടാകുന്ന അന്ത്യതീരുമാനം ചുരുക്കത്തിൽ ഇപ്രകാരമായിരിക്കും. പ്രസ്തുത ദിനത്തിന്റെ ഗൗരവത്തിലേക്കും ഭയങ്കരതയിലേക്കും ശ്രദ്ധ ക്ഷണിക്കുകയാണ് 17ഉം 18ഉം വചനങ്ങൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണവും കൽപ്പനാധികാരവും എക്കാലത്തും അള്ളാഹുവിനു തന്നെ. എങ്കിലും ഐഹിക ജീവിതത്തിൽ വെച്ച് മനുഷ്യന് കുറെയെല്ലാം ഇച്ഛാസ്വാതന്ത്ര്യവും കഴിവും അള്ളാഹു നൽകിയിട്ടുണ്ട്. അന്നത്തെ ദിവസത്തിൽ അതെല്ലാം മനുഷ്യന് നിശ്ശേഷം നഷ്ടപ്പെട്ടിരിക്കും. സ്വന്തം കാര്യത്തിലാകട്ടെ മറ്റൊരാളുടെ കാര്യത്തിലാകട്ടെ എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാ കാര്യവും എല്ലാ അധികാരവും എല്ലാ കൽപ്പനയും അന്ന് അള്ളാഹുവിന് മാത്രമായിരിക്കും. അതിൽ ആർക്കും യാതൊരുവിധ പങ്കും ഉണ്ടായിരിക്കയില്ല. അന്നത്തെ ദിവസം പുണ്യവാന്മാരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ.